യൂട്യൂബിൽ പുതിയ ചാനൽ തുടങ്ങിയവരാണ്. ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ വ്യൂസ് ഡൗൺ ആവുന്നതോ, ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏത് സമയങ്ങളിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ 4 കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാൻ ജ്യോതിഷ്, യൂട്യൂബിൽ ചെറിയ ചെറിയ ടിപ്സുകൾ ഇങ്ങനെ ചെയ്തു വരുന്നു. ഞാൻ കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ് ആവുന്ന വീഡിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കാണുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നമ്മുടെ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വേറെ ഒന്നല്ല, നിങ്ങൾ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് പലർക്കും അറിയാത്ത കാര്യമാണ്, നമ്മൾ തന്നെ പോയിട്ട് വീഡിയോ എടുത്ത് കാണുന്നത്. അതന്നെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരിക്കലും യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണരുത്. അത് കാണുന്നുണ്ടെങ്കിൽ തന്നെ യൂട്യൂബ് തന്നെ നിങ്ങളുടെ വ്യൂസ് ഡൗൺ ചെയ്തു പോകും. കാരണം ഈ യൂട്യൂബ് അൽഗോരിതത്തിൽ നമ്മളുടെ കണ്ടന്റ് ഏതാണോ അതിന് ആസ്പദമായിട്ടുള്ള വ്യൂസിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് യൂട്യൂബ്. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ പോയിട്ട് കാണുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഡൗൺ ആയി പോകും. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. അതാണ് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ന്യൂ ചാനൽ തുടങ്ങുന്നവരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വ്യൂസ് കുറയാനുള്ള കാരണം അതെന്താണെന്നാണ്. ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യുമ്പോൾ 1 2 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ചിലർ ഒരു സമയം ഫിക്സ് ചെയ്യുന്നില്ല. പല പല സമയങ്ങളിലാണ് നമ്മൾ ഈ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഷോർട്സും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യണം. ആ ഫിക്സ് ചെയ്ത് ആ സമയങ്ങളിൽ മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. യൂട്യൂബ് തന്നെ ഒരു ഫിക്സ് ആയിട്ടുള്ളൊരു ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ യൂട്യൂബ് അതേപോലെ തന്നെ നമുക്ക് ഒരു ഫിക്സ് ഉള്ള സമയത്ത് റെക്കമെൻഡ് ലിസ്റ്റിലേ വിടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ 4 മണിക്ക് ചെയ്തു, പിന്നെ ഒരു 5 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നു, പിന്നെ 5 മണിക്ക് ചെയ്ത് ഒരു 7 മണിയാകുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നു. അതിൽ നമുക്കൊരു ടൈം ഫിക്സ് ആയിട്ടുള്ളത്. അതേപോലെ നിങ്ങളുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സിനും ആ ടൈം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് ഒരു സമയം ഉണ്ടാവും, നിങ്ങൾ ഏത് സമയത്താണ് പോസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അതേപോലെ നല്ല വ്യൂസ് സബ്സ്ക്രൈബും കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 2 ഷോർട്സിൽ കൂടുതൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. കാരണം യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്തത് ഒരു ലോങ് വീഡിയോ, അതേപോലെ അതിലൊരു ഷോർട്ട് വീഡിയോ ആണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇനി എത്ര വീഡിയോ ചെയ്തിട്ടും നമുക്ക് വ്യൂസ് ഉണ്ടാവില്ല. അതേപോലെ നമ്മുടെ വ്യൂസ് ഓട്ടോമാറ്റിക് ഡൗണിലേക്ക് തന്നെ വരും. എൻ്റെ രീതിയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. എൻ്റെ റിക്വസ്റ്റാണ്. കാരണം ഞാൻ ഇതുവരെ ചെയ്തതിൽ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഡെയിലി ഷോർട്സ് അപ്ലോഡ് പല ചാനലുകളിലും പറയുന്നുണ്ട്, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓൾറെഡി അവർക്ക് സബ്സ്ക്രൈബ് കൂടുതലുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ആ ഇതിൽ തന്നെ കുറേ വ്യൂസും പിന്നെ അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ ആയിട്ട് കിട്ടുന്നതാണ് അവരുടെ വ്യൂസും സബ്സ്ക്രൈബും ഒക്കെ. നമ്മുടെ ഈ ചെറിയ ഈ സബ്സ്ക്രൈബൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ തുടങ്ങി വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ഷോർട്സ് കഴിയുന്നതും അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഒരു ദിവസം ഗ്യാപ്പ് വെച്ച് അപ്ലോഡ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഒരു ടൈമും ഫിക്സ് ചെയ്യുക. ആ ടൈമിൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ 3ാമത്തെ കാര്യം, നമ്മൾ ഏത് സമയങ്ങളിലാണ് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു 1 വീക്ക് ഇതിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾക്ക് വ്യൂസ് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്യുക. രാവിലെ തന്നെ ഒരു 6 മണിക്ക് നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്തു. അത് 6 മണി എന്നുള്ളത് 6 മണിക്ക് പോസ്റ്റ് ആവുന്ന രീതിയിൽ ഒരു 5:45 പബ്ലിക് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5:45 ഉള്ളത് പിന്നെ 6:45 ആക്കുക. അങ്ങനെ നമ്മുടെ ഒരു 9, 10, 11, 12 മണി വരെയുള്ള നമ്മുടെ ഒരു ദിവസം മൊത്തം ആ ടൈമിൽ നിങ്ങൾ ചെയ്തിട്ട് ഏത് സമയങ്ങളിലാണ് നിങ്ങൾക്ക് വ്യൂസ് കൂടുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ചാനലിലെ വ്യൂസ് കൂടുന്നതായിരിക്കും. ആ ടൈം ഫിക്സ് ചെയ്തിട്ട് പിന്നീടുള്ള നിങ്ങളുടെ വീഡിയോ ആ സമയങ്ങളിൽ മാത്രം അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ഒരിക്കലും അപ്ലോഡ് ചെയ്യുമ്പോൾ പബ്ലിക് ആയിട്ട് അപ്ലോഡ് ചെയ്യരുത്. അൺലിസ്റ്റ് ആക്കി വെച്ചതിന് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതും കൊണ്ട് നമ്മളത് പബ്ലിക് ആക്കി പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും വീഡിയോ റെക്കമെൻഡ് ലിസ്റ്റിൽ പോകുന്നതല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകളിലൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് ആണ്.
ഹൈപ്പ്. ഈ ഹൈപ്പ് അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൻ്റെ സൈഡിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ ഹൈപ്പ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്നുകൂടി പറഞ്ഞുതരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഈ ഹൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ ന്യൂ അപ്ഡേറ്റ് വന്നതാണ് ഹൈപ്പ്. നമുക്ക് സബ്സ്ക്രൈബ് കുറവാണെങ്കിലും ഈ ഹൈപ്പിലുള്ള ഈ പോയിന്റ് നിലവാരം വെച്ചിട്ടാണ് ഇനി നമുക്ക് യൂട്യൂബിൽ റെക്കമെൻഡ് ലിസ്റ്റിൽ നമ്മളെ വീഡിയോ എത്തണമെങ്കിൽ ഈ പോയിന്റ് നമുക്ക് കിട്ടണം. അപ്പോൾ ഈ കാണുന്ന ആളുകൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം അവർ ഹൈപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു റെക്കമെൻഡ് ലിസ്റ്റിലേക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബ് തന്നെ അൽഗോരിതത്തിൽ വിടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹൈപ്പ് ചെയ്യാതിരിക്കരുത് കേട്ടോ, ഹൈപ്പ് ചെയ്യുക. അതേപോലെ വീഡിയോയിൽ കുറച്ച് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്ന ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കാണുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ വീണ്ടും ഞാൻ അടുത്തൊരു ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.